കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഒരു പെരുമഴയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുഞ്ഞു മോർണിംഗ് ആണ് കേട്ടോ. പാറുക്കുട്ടിക്ക് ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. പാറുക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. അവൾ എണീക്കുന്നതിന് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ. പാറുക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുട്ടും ചെറുപയറാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. സമയം ഒരു 7 മണിയായിട്ടുണ്ട്. 9 മണിയാകുമ്പോഴേക്കും പാറുക്കുട്ടീനെ സ്കൂളിലാക്കി കൊടുക്കാനുണ്ട്. പെട്ടെന്നെല്ലാം സെറ്റാക്കി ഞങ്ങളിത് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 11 മണി വരെയാണ് സ്കൂളുള്ളത്. അപ്പൊ സ്നാക്സും വാട്ടർ ബോട്ടിലും മാത്രം കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പാറുക്കുട്ടി നല്ല ഹാപ്പിയാണ്. അവളെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വീടെത്തി അതേ സ്പീഡിൽ ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പാറുക്കുട്ടീനെ പിക്ക് ചെയ്യാനായിട്ടാണ്. ഇതിപ്പോ ഇവരുടെ സെറ്റിൽമെന്റ് ടൈം ആയതുകൊണ്ടാണ് ഇത്ര നേരത്തെ സ്കൂൾ വിടുന്നത്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പാറുക്കുട്ടി നേരെ പോകുന്നത് പാർക്കിലേക്കാണ്. പാർക്കിലെല്ലാം കളിച്ച് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീടെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ട് ഞാനിത് ചോറ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറിലേക്ക് കഴിക്കാനായിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്തതും ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവൾ ഭക്ഷണം എല്ലാം കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും പുറത്തതേ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പാറുക്കുട്ടി ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഞാനിതേ വൈകിട്ട് 4 മണി ചായക്കുള്ള ചെറിയൊരു സ്നാക്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുട്ടയിൽ മുക്കി ബ്രെഡ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത്. ആദ്യമൊന്നും എനിക്കിത് അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഇടയ്ക്കിത് ഞാനിപ്പോൾ ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുണ്ട് കേട്ടോ. പുറത്ത് നല്ല കാറ്റും മഴയാണ്. ഞങ്ങൾക്ക് നല്ലൊരു ചായ എല്ലാം ഉണ്ടാക്കി ഈ ബ്രെഡ് പൊരിച്ചതും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ഈ മഴയെല്ലാം ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നേ. പാറുക്കുട്ടിയും കൂട്ടി കുറച്ചു നേരം മുറ്റത്തെല്ലാം കളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകിട്ടാവുമ്പോഴേക്കും നല്ല മഴയായതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാറില്ല. മഴയെല്ലാം തുറന്നു കഴിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സൈഡിലാണെങ്കിൽ നല്ല മഴക്കാറുണ്ട്. നല്ലൊരു സൂര്യാസ്തമയം കണ്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. വൈകിട്ടായപ്പോൾ ഞാൻ പാറുക്കുട്ടിയുടെ കുറച്ച് ബുക്സ് എല്ലാം കവർ ചെയ്യാനായിട്ട് ഇരുന്നതാണ് കേട്ടോ. ബുക്സ് കവർ ചെയ്യാനായിട്ടുള്ള ബ്രൗൺ പേപ്പറും നെയിം സ്ലിപ്സ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.